ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എത്രയും മസാലക്കൂട്ടുകളൊന്നും ഉപയോഗിക്കാതെ വളരെ കുറഞ്ഞ മസാലക്കൂട്ടുകൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 സവാള വളരെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 പച്ചമുളകും ഒരു കൊന്ത കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 25 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു 4 മീഡിയം സൈസ് തക്കാളി കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുക. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയും വലിയുള്ളിയും പാകത്തിന് കുക്കാകുന്നവരെ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് ആയിട്ട് വരണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഞാൻ കാര്യമായിട്ട് ഇതിൽ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്, അല്ലാതെ മല്ലിപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. 5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ കുത്ത് സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാല വഴന്ന് വരുമ്പോൾ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ട് വരും. മസാല നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കൂടെ ചേർത്ത് ബീഫും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൻ്റെ എല്ലായിടത്തും മസാല വരുന്ന രൂപത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ബീഫിൽ നെയ്യൊന്നും ഒഴിവാക്കരുത്. കുറച്ച് നെയ്യൊക്കെ ബീഫിലുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റും മുഴുപ്പും ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മസാലയായിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം.
കറക്റ്റ് ബീഫ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാവൂ. നമ്മൾ കഴുകി വെച്ച ബീഫ് അതിനെക്കൊണ്ട് നന്നായിട്ട് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും മല്ലിയിലയും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ ഉള്ളി വാട്ടുന്ന സമയത്ത് അല്പം ഉപ്പിട്ടിരുന്നു. ഇനി ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി കുക്കറിന്റെ അടുപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 9 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൽ നിന്ന് എയർ കംപ്ലീറ്റ് പോയതിനു ശേഷം കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.